ഉദുമ അസംബ്ലി മണ്ഡലത്തിൻ്റെ വിശകലനമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരള അസംബ്ലി ഇലക്ഷൻ 2016, കേരള അസംബ്ലി ഇലക്ഷൻ 2021, കേരള അസംബ്ലി ലോക്സഭ ഇലക്ഷൻ 2024 എന്നിവയുടെ ഡേറ്റകളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 2016 ഡേറ്റ നോക്കുകയാണെങ്കിൽ LDF ഫസ്റ്റിലെത്തിയ ഒരു മണ്ഡലമാണ് ഇത്. എന്നാലും വളരെ ടൈറ്റ് എന്ന് പറഞ്ഞാൽ 4000 വോട്ടിൻ്റെ ഡിഫറൻസ്, 4000 താഴെ വോട്ടിന് LDF ആണ് ഫ്രണ്ടിലെത്തിയിരിക്കുന്നത്. UDF കെ സുധാകരനെ കെ കുഞ്ഞിരാമൻ അദ്ദേഹം തോപ്പിച്ചു. 70,000 വോട്ട് LDF-ന്, 66,000 വോട്ട് സുധാകരൻ UDF-ന്, NDAക്ക് 20,000 വോട്ടേ ഉള്ളൂ. 2021 സ്ഥിതി എടുക്കുകയാണെങ്കിൽ വീണ്ടും LDF തന്നെയാണ് ഫസ്റ്റ് പൊസിഷൻ. CH കുഞ്ഞമ്പു, ബാലകൃഷ്ണൻ പെരിയ UDF സ്ഥാനാർത്ഥിയെക്കാളും 14,000 വോട്ടോളം കൂടിയാണ് ജയിച്ചത്. വോട്ടിന് വിജയ മാർജിൻ ഉയർത്തിയൊരു മണ്ഡലമാണ്. NDA വീണ്ടും 20,000 വോട്ട്, അവർ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് 20,000 വോട്ട് അടുപ്പിച്ചുകൊണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ 2024 ലോക്സഭയിലെത്തുമ്പോൾ, അതായത് ഈ 2 തവണ 2016 2021 LDF ആയിരുന്നു ഫ്രണ്ടിലെങ്കിലും പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ വലിയ 72,000 വോട്ട് പിടിക്കുകയും LDF വോട്ട് 60,000 കുറയുകയും NDA സർപ്രൈസിംഗ് ആയിട്ട് 20,000 വോട്ടുള്ള ഒരു 10,000 വോട്ടോളം ML അശ്വിനിക്ക് കൂട്ടാൻ പറ്റി, 30,000 വോട്ടോളം കൂട്ടാൻ പറ്റി. തീർച്ചയായും ലോക്സഭാ മണ്ഡലത്തിൻ്റെ ട്രെൻഡ് അല്ല സ്റ്റേറ്റ് ഇലക്ഷനെങ്കിലും ഒരു ഇതുവരെ അങ്ങനെ ഒരു UDF കയറാത്ത ഒരു മണ്ഡലത്തിൽ UDF ഫസ്റ്റ് എത്തുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട് ഈ ഉദുമയിലെ 2024 ലോക്സഭാ ഇലക്ഷൻ. നമുക്കിനി പാർട്ടികളുടെ വോട്ടുകളുടെ വിശകലനം നോക്കാം. LDF 2016 70,000 വോട്ടുണ്ടായിരുന്നത് 79,000 വോട്ടായിട്ട് ഉയർത്തുകയാണ് 2021. പിന്നെ അതിപ്പോൾ കുറഞ്ഞ് 60,000 വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. 20,000 വോട്ടോളം 11,000 വോട്ട് ഒറ്റയടിക്ക് 2024 വന്നപ്പോഴത്തേന് LDF കുറവ് വന്നിരിക്കുകയാണ്. UDF 2016 66,000 ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ 65,000 സംതിങ് ആയിട്ട് 2021 സ്ഥിരം വോട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 1000 വോട്ടിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ. എന്നാൽ ലോക്സഭ എത്തിയപ്പോൾ ഒറ്റയടിക്കൊരു കുതിച്ചുചാട്ടം, ഒരു 18,000 വോട്ടിൻ്റെ ഒരു കുതിച്ചുചാട്ടം 72,000 UDF നടത്തിയേക്കാണ്. NDA എടുക്കുകയാണ്. NDA 20,000 വോട്ടിൽ കിടന്നതാണ് 2016 21,000, 2021 20,000. പക്ഷെ അത് 2024 ഒരു 11,000 വോട്ടിൻ്റെ ഒരു വലിയൊരു മാർജിനോട്ട് NDAയും മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉദുമ നമുക്ക് പറയാൻ പറ്റാത്തൊരു മണ്ഡലമാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ്റെ ട്രെൻഡ് നോക്കുവാണെങ്കിൽ LDF എപ്പോഴും 2 ഇലക്ഷനിലും ഫ്രണ്ടിലും, UDF 2ാം സ്ഥാനവും NDA 3ാം സ്ഥാനമായിരുന്നു. എന്നാൽ ലോക്സഭ ഇലക്ഷൻ്റെ ട്രെൻഡ് മുതൽ അത് UDF ഒരു അനുകൂലമായ ഒരു തരംഗമായിട്ട് വന്നിട്ടുണ്ട്. LDF 2ാം സ്ഥാനത്തിലോട്ട് പോയിരിക്കുകയാണ്, NDA 3ാം സ്ഥാനം. അപ്പോൾ ഈ ഒരു ലോക്സഭാ ട്രെൻഡ് സ്റ്റേറ്റ് ഇലക്ഷനിൽ പ്രതിഫലിക്കുമോ, 2026 ഇലക്ഷനിൽ പ്രതിഫലിക്കുമോ ഇല്ലയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ഇടുക. അതേപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പുതിയൊരു മണ്ഡലം അനലൈസ് ചെയ്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും സ്പെസിഫിക് മണ്ഡലം ആവശ്യം അനലൈസ് ചെയ്ത് പെട്ടെന്ന് കിട്ടണമെങ്കിൽ അത് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അത് ആദ്യം അനലൈസ് ചെയ്ത് തരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.